സിനിമ ഒരു 110 വർഷം കണ്ടേ ആയുള്ളൂ വന്നിട്ട്. സൗണ്ട് തന്നെ വന്നിട്ട് അധികം നാളായില്ല. സൗണ്ട് വന്നതിന് ശേഷം ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഒരു മൊത്തത്തിലൊരു ആർട്ട് ഫോം എടുക്കുകയാണെങ്കിൽ വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു ഗ്രോത്താണ് ഈ ആർട്ട് ഫോമിന് കിട്ടിയിട്ടുള്ളത്. മറ്റേതിനൊക്കെ 1000 വർഷം 10,000 വർഷം വരെ ഗ്രോത്തുള്ള പെയിൻറ്റിങ്ങൊക്കെ 50,000 വർഷം വരെയുള്ള ഗ്രോത്താണ് ഇല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് വളരെ ചെറിയ ഇൻസിഗ്നിഫിക്കൻ്റ് ടൈമിൽ നമ്മൾ പറയുമ്പോൾ ഈ ഗ്രോത്ത് എങ്ങനെയാണ്? അപ്പം ആർട്ട് എന്ന് പറയുന്നത് സിനിമ ഇന്നും ഇവിടെ പഴയ പടങ്ങൾ കാണുമ്പോൾ കുറേ ആൾക്കാർ കാണാൻ പോകുന്നു അല്ലേ? നമ്മുടെ ഇല്ല, അവിടെ പോയി കണ്ടു, പടം കണ്ടു, അവർ തിരിച്ചു പോകുന്നു, വലിയ സ്ക്രീനിൽ കാണുന്നു. അത് വലിയൊരു എക്സ്പീരിയൻസാണ്. ഒറ്റയ്ക്കിരുന്ന് കാണുന്നത്, അത് രാത്രിയിൽ ഇരുട്ടത്തിരുന്ന് കാണുന്നത്, സൈലൻസിൽ കാണുന്നത്. ഒരേ ഒരു മൊമെൻറ്റിലാണ് സൈലൻസ്. തിയേറ്ററിനകത്ത് മാത്രമേ നമുക്ക് 1 സെക്കൻഡ് സൈലൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതൊരു ടൂളാണ്, സിനിമ മേക്കിങ്ങിലെ ഒരു ടൂളാണ് അല്ലേ? മറ്റേ ടൂളല്ല. അത് കഴിഞ്ഞ ടെലിവിഷൻ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി അത്. അപ്പം ഈ സിനിമയുടെ കൂടെ സഞ്ചരിച്ചിരുന്ന റൈറ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന ക്രിറ്റിക്സ് ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ടെലിവിഷൻ വന്നപ്പോൾ എത്ര ക്രിറ്റിക്സ് വന്ന്, അത് കഴിഞ്ഞതിന് ശേഷം മാസ് മീഡിയ വന്ന് അതിന് എത്ര ക്രിറ്റിക്സ് വന്ന്, അതിനെത്ര എഡിറ്റർമാർ വന്ന് ഇല്ലേ? അപ്പോൾ അവിടെ ഒരു എഡിറ്റർഷിപ്പ് എന്ന് പറയുന്നത് മാതൃഭൂമിയ മറ്റുള്ള കൾച്ചറൽ മാഗസിൻസിന് എഡിറ്ററുണ്ട്. ഇത് എഴുതി തന്ന ഒരാൾ ഇത് വേണോ വേണ്ടെന്ന് പ്രസിദ്ധീകരിക്കുന്ന അയാളുടെ ഡിസിഷൻ എടുത്തിരുന്നു. ഇന്നോ വല്ല എഡിറ്റർഷിപ്പ് ഉണ്ടോ? അപ്പോൾ ആരാത് പറയേണ്ടത്? അല്ല, എല്ലാ മീഡിയ. അതെ, പക്ഷേ ആദ്യം അത് വന്ന സമയത്ത് അതിൻ്റെ ഈ നമ്മൾ പറയില്ലേ ട്രഡീഷൻ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ട്രഡീഷൻ ഫോളോ ചെയ്യുമ്പം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചില ചട്ടക്കൂടുകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നു. ആ ചട്ടക്കൂടുകളെന്ന് പറയുന്നത് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ മിസ്റ്റേക്സ് ശരിയല്ല എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചട്ടക്കൂടുകൾ വരുന്നത്. അങ്ങനെയാണല്ലോ റൂള് വരുന്നത്. നമ്മൾ ചെയ്യുന്നത് ഒക്കെ തന്നെ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ മാത്രമേ റൂള് വരുന്നുള്ളൂ, അതുവരെ റൂള് വരുത്തില്ല. അപ്പം അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാൻ പറയുന്നത്, അവിടെ ഈ ചട്ടക്കൂടുകളുടെ ഈ ചെറിയൊരു പ്രോസസ്സിൽ നമ്മുടെ കമ്മിറ്റ്മെൻ്റ് എന്താ? അതെ, സംബടി ഒരു സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുടെ കമ്മിറ്റ്മെൻ്റ് എന്താ? സിനിമ സോഷ്യലി റെസ്പോൺസിബിളാണ്. കാരണം ഇത്രയധികം ആൾക്കാരെ സ്വാധീനിക്കുന്ന വേറൊരു ഫോമില്ല. കാരണം ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ അയാൾ പറയും എനിക്ക് പറ്റില്ല എന്ന്, ഡാൻസ് ചെയ്യാൻ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയും, ഒന്ന് സിനിമ എടുക്കാമെന്ന് പറഞ്ഞാൽ സിനിമ എടുക്കാമെന്ന് പറയും. കാരണം ഈ ഫെമിലിയാരിറ്റിയാണ്. പിറവിയെ പറ്റി സംസാരിക്കുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ അക്ലൈം കിട്ടിയിട്ടുള്ള ഇന്ത്യൻ സിനിമകളിൽ ഒന്നാണ് പിറവി. ആ തീം എന്ന് വെച്ചാൽ കേരളത്തിന്റെ ഒരു കളക്റ്റീവ് സൈക്കിൾ ഭയങ്കരമായി മാർക്ക് ചെയ്യപ്പെട്ട ഒരു ഇൻസിഡന്റിൽ നിന്ന് പിറവിയെടുത്ത ഒരു തീം എന്ന് നമുക്ക് പറയാം. അത് ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു സർ? സാറിന്റെ ആദ്യത്തെ സിനിമ ഇതാണ് തീം എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതും അതിലേക്ക് എത്തുന്നതും ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ഒരു സിനിമാറ്റോഗ്രാഫറെ എന്നുള്ള നിലയ്ക്ക് ഞാൻ അരവിന്ദേട്ടൻ്റെ പടങ്ങളൊക്കെ ചെയ്യുന്നു, വേറെ പലരുടെയും ചെയ്യുന്നു, ജോർജ് അടക്കം പലരുടെയും അറിയപ്പെടുന്ന പലരുടെയും. സിനിമാറ്റോഗ്രാഫറുടെ ആദ്യത്തെ ജോലി എന്താണെന്നറിയാം? ഈ റൈറ്റ് ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്, റൈറ്റ് മൊമെൻറ്റുകൾ കിട്ടുക എന്നുള്ളതാണ്. അപ്പം ഈ വെയിറ്റിംഗ് എൻ്റെ ഒരു വലിയ ഒരു കണ്ടൻ്റായിരുന്നു. അവിടെ മഴയുണ്ട്, വെയിലുണ്ട്, ആൾക്കാരുണ്ട്, അതിലേക്കാണ് ഞാൻ വെയിറ്റിംഗ് എന്ന് പറയുന്ന എന്തിനും ഒരു മനുഷ്യൻ വെയിറ്റ് ചെയ്യും എന്നുള്ളൊരു കണ്ടന്റ് അത് ചെയ്തത്. അതിനകത്ത് ദൂരദർശൻ അല്ല ഒന്ന്
AR ആൾക്കാരെന്നെ വിളിച്ച് പറഞ്ഞു അത് ശബ്ദരേഖ വേണമെന്ന് പറഞ്ഞു, ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. ആകെ ഇതിനകത്ത് ഏതാണ്ട് 20 മിനിറ്റ് നേരെ ശബ്ദമുള്ളെന്ന് പറഞ്ഞു. കാരണം അത് സിനിമയുടെ ലാംഗ്വേജ് അല്ലേ, മറ്റേത് തിയേറ്ററിൻ്റെ ലാംഗ്വേജ്. അപ്പം എനിക്ക് കാണാൻ പറ്റിയൊരു കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ട് ഒരുപാട് മാസ്റ്റേഴ്സിൻ്റെ പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളതിനെപ്പറ്റി ഡിബേറ്റ് ചെയ്യും, ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കിട്ടിയ സന്ദർഭം ഈ സിനിമ എന്ന് പറയുന്നതിന് തർക്കോസ്കിയുടെ പടമായാലും ബർമാൻ്റെ പടമാണെങ്കിലും ഒക്കെ അവിടെ വെച്ചിട്ടാണ് കാണുന്നത്. അവർ ചെയ്യുന്ന കോൺട്രിബ്യൂഷൻസ് നമ്മൾ കാണുമ്പോഴേ വളരെ പിന്നിലാണ് അല്ലെങ്കിൽ ഇന്ത്യ എന്നാൽ ആ സമയത്തുള്ള ഹിന്ദി പടങ്ങൾ പലതും ഗുരുദത്ത് ഇതൊക്കെ വളരെ ക്രിസ്പായിട്ട് ചെയ്ത ഫിലിം മേക്കേഴ്സുമുണ്ട്. അപ്പം ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ലോൺ കിട്ടി NFDC. അതുകൊണ്ട് 10 പടം കിട്ടി ഉണ്ടായത്. NFDC കിട്ടിയ പണം കൊണ്ടാണ് ഞാനത് ഉണ്ടാക്കിയത്. അന്ന് 7 ലക്ഷം രൂപ കിട്ടി, ഞാൻ 5 ലക്ഷത്തിന് തീർത്ത്. പക്ഷേ 17 റോളാണ് ഞാൻ അതിനകത്ത് ഉപയോഗിച്ചത്, കാരണം പൈസ ഇല്ല. 5 ലക്ഷത്തിന് അത്ര എത്തിയിട്ടുള്ളത്. ഞാൻ 10 റോൾ ഫിലിം ഫൈനൽ കണ്ടിട്ട് കൊണ്ടുവന്നു. അത് ഒരുപാട് ലാബെന്നെ സഹായിച്ച്. ഞാൻ സിനിമാറ്റോഗ്രാഫർ എന്നുള്ളത് എനിക്ക് എവിടെയാണ് വേസ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഇതൊക്കെ എൻ്റെ ടെക്നോളജീൻ്റെ അറിവുകൊണ്ട് ആ കോസ്റ്റിനെ തീർത്തി. പക്ഷെ അതേസമയം ഞാൻ മഴ എപ്പോഴും ഫേവർ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ മഴ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ള ഒരു തൊട്ട് മറ്റു പടങ്ങളിലൊക്കെ മഴ വരുമ്പം തന്നെ നമ്മൾ ക്യാമറയായിട്ട് പോകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ന്യൂവൻസസൊക്കെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ അത് ഒരു ഇനി ആർട്ടിസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഇൻസ്പയർ ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് അവാർഡൊന്നും എനിക്ക് കിട്ടിയിട്ടേ ഇല്ല, ഒന്നും കിട്ടിയിട്ടില്ല. എൻ്റെ 3 നാഷണൽ ബെസ്റ്റ് ഫിലിമും ഉള്ള പടങ്ങൾ കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. ചിലരെന്നോട് ചോദിച്ചു, അതൊക്കെ ലെഫ്റ്റ് ഗവൺമെൻറ് ഇരുന്ന സമയത്താണ്. ഞാനൊന്നും പരാതി പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്നറിയാം, ഞാനിവിടെ പരാതി പറയാം, മറ്റവർ തന്ന് മറ്റെടുത്ത് കണ്ടുപിടിച്ച് എന്നുള്ളതല്ലാതെ ഈ പരാതി പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു പക്ഷേ ആ സമയത്ത് ഇതിൻ്റെ ഷേപ്പ് തന്നെ, കിണ്ടിയുടെ ഷേപ്പ് തന്നെ, അതൊക്കെ സിംബോളിക് റെപ്രസെൻറ്റേഷൻസ് ആയിട്ട്. പക്ഷെ അത് എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ രാജങ്കഥയാണെന്നാണ് ഇവിടെ ആരോപണം ഉണ്ടാക്കിയത്. ഞാൻ അന്നേ ഡിനൈ ചെയ്തതാണ്. ഇത് അല്ല, കസ്റ്റഡിയുടെ അകത്താണ്, അതിന്നും എക്സിസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അന്ന് ആ കലണ്ടർ ഓഗസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫിലിം ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ആ ദിവസം ഞാനത് ഷൂട്ട് ചെയ്തു. ആ കണ്ടംപററി 1998 ഓഗസ്റ്റ് 8 ഒരു കലണ്ടറിലാണ് ഞാനത് ചെയ്തത്. പക്ഷെ അത് എൻ്റെ ഇവിടുത്തെ ആൾക്കാർ അവഹേളിച്ചു. ഞാൻ പറഞ്ഞത് ഈ സമയത്ത് കസ്റ്റഡിയുടെ അടുത്ത് നടക്കില്ല എന്ന് പറഞ്ഞു. പിന്നത്തെ അടുത്ത് നടന്നു.